ഹലോ! ഇന്ന് ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും അതുപോലെ കൂന്തൽ റോസ്റ്റും ആണ്. അപ്പോൾ അതിനായിട്ടുള്ള കൂന്തൽ കഴുകി വെട്ടി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ചീനച്ചട്ടിയിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ മുമ്പ് ഇട്ട് കേട്ടോ, ഓർക്കാതെ. മോളടുത്ത് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ ഇട്ടതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും. സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളകും വേപ്പിലയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും നമുക്ക് ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ നമ്മൾ അറിയിക്കണം. അപ്പം നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പം നമ്മൾ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല അല്ല, ചിക്കൻ മസാല ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 2 തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഗ്രേവി ഇതിലെല്ലാം നന്നായിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത്, നമുക്ക് ഈ കൂന്തലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ കൂന്തൽ കൂടെ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു പാകത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പുട്ട് കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോള് വന്ന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനെന്നും പറഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിലൊക്കെ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് വന്ന് ചെയ്യാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വരും. അപ്പോൾ നമ്മുടെ കൂന്തൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുരുമുളക് പൊടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതെല്ലാം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. അതുകൊണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാകമായിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. പുട്ടിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. വെള്ളപ്പുട്ടാണ്. പുട്ട് റെഡി ആയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് കഴിക്കുവാണ്. ചില ദിവസങ്ങളിൽ നമുക്ക് കഞ്ഞിയായിരിക്കും, ഓരോ ദിവസങ്ങളിൽ ഓരോ, നമുക്ക് ചോറ് ബാലൻസ് ഉണ്ട്, നമ്മൾ ചോറായിരിക്കും കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയുള്ള വീഡിയോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.